അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്യാമറമാൻ ഇല്ല, ക്യാമറമാൻ പനിയായിട്ട് എടുക്കുക, അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൽ മേജർ വർക്കൊന്നും ചെയ്തിട്ടില്ല, എക്സ്ട്രാ കുറച്ച് ചെറിയ ചെറിയ വർക്കുകൾ. പുറത്തുനിന്ന് പെയിൻ്റ് അടിച്ച് വന്ന വണ്ടിയാണ്, തൊടുപുഴയിലെ വണ്ടിയാണ്. പുറത്തുനിന്ന് പെയിൻ്റ് അടിച്ച് മെക്കാനിക്കൽ വർക്ക് കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ചെയ്തിട്ട് വന്നതാണ്. നമുക്കിവിടെ കുറച്ച് വർക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കേർട്ട് ചെയ്തു, ലിപ്പ് ചെയ്തു, അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ ലൈറ്റ് നമ്മൾ ഇതിനകത്ത് ചെയ്ത്, പിന്നെ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയലാണ്. ഇൻറ്റീരിയൽ വർക്ക് ചെയ്യാൻ മാത്രമായിട്ടാണ് വണ്ടി വന്നത് തന്നെ. പിന്നെ അതുപോലെ ഫോഗ് ലാമ്പ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിം പാത്തുവിൻ്റെ അതേ ലുക്കിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിയുള്ള പെയിൻറ്റിങ് കാര്യങ്ങൾ കംപ്ലീറ്റും അവിടെ നിന്ന് ചെയ്ത്, കട്ടിങ്ങും പോളിഷും നമ്മളും ചെയ്ത്, പെയിൻറ്റ് മാത്രം ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ബാക്കി കട്ടിങ്ങും പോളിഷെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത്. പെയിൻറ്റ് കളർ കോഡ് കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണ്, ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന പോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പെയിൻറ്റ് അത്രത്തോളം കവറായിട്ടില്ല. ഒരു 3 കോട്ടെങ്കിലും അടിക്കണമായിരുന്നു. അതിൽ 1 കോട്ടോ 2 കോട്ടോ അടിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു. പക്ഷേങ്കിൽ കളർ കോഡ് പക്ക നമ്മൾ ആ ഒരു പിക്കോ കളർ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. മോശം പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരു കോട്ടും കൂടെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാണാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ പെയിൻറ്റ് ഇളകി വരുന്നത് പോലെ ഒരു ഫീലിംഗാണ് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ അതുപോലെ ഹൈലക്സിൻ്റെ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർ അവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മളല്ല, അവർ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കേർട്ട് ചെയ്തു, ഫ്രണ്ട് സ്കേർട്ടിൽ ലിപ്പും ചെയ്തു, ബാക്ക് അവിടെ തന്നെ കസ്റ്റമർ തന്നെ ചെയ്തതാണ്. ഇൻറ്റീരിയറിലാണ് നമ്മൾ മെയിനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ 70 മാറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡാഷ്ബോർഡ് സ്റ്റിച്ചിങ് നമ്മുടെ അതേ സ്റ്റൈലിൽ തന്നെ ഡാഷ്ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കവർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കവറിൻ്റെ ഇത് നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം പാത്തുവിൻ്റെ അതേ ഡിസൈനാണ് സീറ്റ്. പക്ഷേ സീറ്റിലെല്ലാം അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ സീറ്റിൻ്റെ ഈ കവറുകൾ. അത് നമ്മൾ ഇവിടെ നിന്ന് ഇട്ട് കൊടുത്തു, അത്ര തന്നെ. സീറ്റുകൾ കംപ്ലീറ്റും ഇനോവയുടെ സീറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇവർ. ഇനോവയുടെ സീറ്റ് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ നമ്മുടെ സെയിം പാത്തുവിൻ്റെ അതേ കളർ കോഡിലുള്ള അതേ സെയിം തന്നെയാണ് നമ്മളിതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ സെൻട്രൽ കൺസോൾ നേരത്തെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സെൻട്രൽ കൺസോളൊക്കെ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, ഫ്രെയിമൊക്കെ ഇട്ടിട്ട്. പക്ഷേ അതെല്ലാം നമ്മൾ മാറ്റി നീറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന അതേ രീതിക്ക് തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ കൺസോളിൻ്റെ ടോപ്പ് ബ്ലാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഗിയർ ലിവറിൻ്റെ കവറും നമ്മൾ ബ്ലാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ സീറ്റിലും ഉണ്ട് കേട്ടോ. എല്ലാ സീറ്റിലും ഈ ഒരു ക്ലോത്ത് അവർ വിരിച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. പിന്നെ അതേപോലെ നമ്മൾ ഒരു ബ്ലാക്കും വൈറ്റും ആയിട്ടാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെൻട്രലൈസിയൊക്കെ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെ ഹാൻഡിൽ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതും ബ്ലാക്ക് അടിച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നോവയുടെ സീറ്റാണ്, ഈ ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് വരുന്ന ടൈപ്പ് സീറ്റാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും എല്ലാം ഇന്നോവയുടെ സീറ്റ് തന്നെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയറിൽ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ അത് മതിയെന്ന് പറഞ്ഞതുകൊണ്ട്. ബാക്കി ഡോർപ്പയുടെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അത് ആ ജെനുവിനിറ്റി തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഗൾഫിലേക്ക് ഇത്തിരി അർജൻറ്റ് ആയതുകൊണ്ട് നമ്മളതൊന്നും എടുത്ത് ചെയ്തില്ല. ഞാൻ അടുത്തൊരു സർവീസിൽ പിന്നെ ഡോർ പാഡുകൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ അത് വിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സീറ്റിലും ഇതേപോലെ ക്യാപ്റ്റൻ സീറ്റിന് ആക്കിയിട്ടുണ്ട്. അതും ഇനോവയുടെ സെൻറ്റർ സീറ്റ് തന്നെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അതും സീറ്റിൽ അതേ കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹെഡ് പില്ലർ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സെയിം പാത്തുവിൻ്റെ അതേ ടൈപ്പിലുള്ള ഹെഡ് പില്ലർ നമ്മൾ വെച്ചിട്ടുണ്ട്. അതേ ഒരു ടൈപ്പ് തന്നെയാണ്, കളർ ടൂണും എല്ലാം. പിന്നെ സീറ്റിൻ്റെ അതേ കളർ ടൂൺ തന്നെയാണ് നമ്മൾ റൂഫ് ടോപ്പിലും എല്ലാത്തിലും വന്നിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല രസമുണ്ടാകും. അടിയിൽ ആക്സറീസ് പറഞ്ഞ അടിയിൽ നമ്മൾ വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കംപ്ലയിൻറ്റുകൾ ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ വീൽ ബെയറിങ്, അതുപോലെ തന്നെ മീറ്ററിൽ ലൈറ്റ് കത്തുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സീറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ലെവലിലേക്കുള്ള ക്ലോത്ത് അവർ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് പക്ക നീറ്റായിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ. പിന്നെ റൂഫ് ടോപ്പ് ലൈറ്റ് 2 ഇതിനകത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. റൂഫ് ടോപ്പ് ലൈറ്റ് മുകളത്തെ അതും പുതിയ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ള വർക്ക്. വേറെ മേജർ വർക്ക് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇൻറ്റീരിയറിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വന്നത്. അത് നമ്മൾ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിഫ്ലാക്ടർ ലൈറ്റുകളെല്ലാം അവർ മാറിയിട്ടുണ്ടായിരുന്നു. ഒരു റിഫ്ലക്ടർ മാത്രം അവർ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ. ലോഗോ, അതുപോലെ തന്നെ പോളിസിൻ്റെ എംബ്ലം, ഇത് 2.4 RS എല്ലാം ഒറിജിനൽ തന്നെയായിരുന്നു. അതും അവർ തന്നെ കൊണ്ടുവന്നതാണ്, കസ്റ്റമർ തന്നെ സപ്ലൈ ചെയ്തതാണ്. അത് തന്നെ നമ്മൾ നീറ്റായിട്ട് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റീരിയർ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പെയിൻറ്റിങ് മാത്രം, കട്ടിങ്ങും പോളിഷിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്, അത്ര തന്നെ. അപ്പോൾ സിമ്പിളായിട്ടൊരു ചെറിയ വർക്കായിരുന്നു. ചെറിയ വർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 10-20 ദിവസം എടുക്കേണ്ടി വന്നു നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് ലിപ്പ് ചെയ്ത് എല്ലാം വരുമ്പോഴത്തേക്കും. എന്തായാലും നമ്മളുടെ ടൈം ഉണ്ടെങ്കിൽ മാത്രം വണ്ടികൾ കൊണ്ടുവരിക. എന്തൊരു കാര്യം അർജൻറ്റ് പിടിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 10 ദിവസം ഇത് തന്നെ നമ്മൾ 10 ദിവസം പറഞ്ഞെടുത്തതാണ്. അപ്പോൾ 10 ദിവസം പറഞ്ഞെടുത്ത് ഏകദേശം ഒരു 12 ദിവസത്തോളം 22 ദിവസത്തോളമായി ചെയ്ത് വരുമ്പോൾ.
അതുപോലെ തന്നെ മിറർ വന്നിട്ട് തായ്വാൻ്റെ മിററാണ്, നല്ല ക്വാളിറ്റിയുള്ള മിറർ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എംബ്ലമൊക്കെ എല്ലാം ഒറിജിനൽ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ 2 ലൈറ്റ് മാറിയിട്ടുണ്ട്, അത് ഒറിജിനൽ ഐജിഎല്ലിൻ്റെ തന്നെ നമ്മൾ ലൈറ്റും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. പിന്നെ ടൊയോട്ട ലോഗോ ഉണ്ട്, അത് കസ്റ്റമർ തന്നെ വെക്കാമെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ ഇതിലിരിക്കുന്ന ബോണ്ട് ക്രോം ഒറിജിനൽ തന്നെയാണ്, പക്ഷേ ബീഡിംഗ് ഒന്നുമില്ല, ക്രോം ഒറിജിനൽ തന്നെയാണ് അതിനകത്ത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.